Good morning. Now we are moving into the large unit in the first year zoology, that is human physiology. നമ്മുടെ സുവോളജിയുടെ ഒരു വലിയ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത്, ഹ്യൂമൻ ഫിസിയോളജി. ഇതിലെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ 9th, 8th, 10th ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. മാത്രവുമല്ല ഇത് നമ്മളെക്കുറിച്ചാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ ഓർത്തിരിക്കാൻ ഈസിയാണ്. അപ്പോൾ നമ്മളതിലെ ഫോക്കസ് ഏരിയയിലൂടെ ഒന്ന് സ്പീഡിൽ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോ വീഡിയോയും കണ്ട് അതിൻ്റെ സിമ്പിൾ നോട്ട്സ് രേഖപ്പെടുത്തി വെക്കുക, അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ദി ഫസ്റ്റ് ചാപ്റ്റർ ഈസ് digestion and absorption. Maybe you have studied this in 8th class as digestive system. This chapter possesses the study of alimentary canal and digestive glands, then the process of digestion, absorption, and lastly the disorders. Among these 4 parts, we are discussing the focus area part. First is alimentary canal. In alimentary canal, we are discussing the dentition, the arrangement of teeth in buccal cavity. Our dentition is called thecodont. ഈ ടേം അറിഞ്ഞിരിക്കണം. എന്താണ് thecodont? Thecodont dentition. This is the dentition in which teeth are arranged in sockets present on the jawbone. Each tooth is embedded in sockets present on the jawbone. Such an arrangement is called thecodont. നമ്മുടെ ഓരോ പല്ലുകളും താടിയെല്ലിലെ കുഴികളിൽ, സോക്കറ്റുകളിൽ നന്നായി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനാണ് thecodont എന്ന് പറയുക. ദെൻ അവർ ഡെന്റിഷൻ ഈസ് ഓൾസോ കോൾഡ് ഡൈഫിയോഡോണ്ട്. ഇതാ രണ്ടാമത്തെ ടേം, ഡൈഫിയോഡോണ്ട് ഡെന്റിഷൻ. ഇൻ അവർ ലൈഫ് we have 2 sets of teeth. One during the childhood, known as the milk teeth or deciduous teeth. Then it is replaced by a permanent or adult teeth. So during our life we have 2 sets of teeth. So the dentition is called ഡൈഫിയോഡോണ്ട്. നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് 2 സെറ്റ് പല്ലുകൾ വരും. ഒന്ന് നമ്മുടെ ചൈൽഡ്ഹുഡിൽ, അതിനാണ് മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ഡെസിഡുവസ് ടീത്ത് എന്ന് പറയുക. ഡെസിഡുവസ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്ന. രണ്ടാമത് അത് പോയതിനു ശേഷം പിന്നെ വേറെ വരും, അതിനാണ് പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ അഡൽട്ട് ടീത്ത് എന്ന് പറയുക. ഇങ്ങനെ 2 സെറ്റ് പല്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡെന്റിഷൻ എന്ത് പറയും? ഡൈഫിയോഡോണ്ട് എന്ന് പറയും. എന്താ ഇത്? 2 sets of teeth during the life. ലൈഫിൽ 2 സെറ്റ് teeth. Then our dentition is also called heterodont. This term you have already studied in the characters of mammalia. മാമൽസിന്റെ ക്യാരക്ടറിൽ ഇത് പഠിച്ചതാ, ഹെറ്ററോഡോണ്ട്. എന്താ? യെസ്,
we have different types of teeth. നമ്മുടെ എല്ലാ പല്ലുകളും ഒരുപോലെയല്ല. അവക്ക് സൈസിൽ, ഷേപ്പിൽ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പല്ലുകളുണ്ടെങ്കിൽ ആ ഡെന്റിഷനാണ് ഹെറ്ററോഡോണ്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ്? യെസ്, ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർസ്, മൊളാർസ്. ഇങ്ങനെ 4 ടൈപ്പ്. ഏതൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞ? യെസ്, ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർസ് ആൻഡ് മൊളാർസ്. Then in each jaw we have 4 incisors. 4 incisors. Then 2 canines. Then 4 premolars and 6 molars. നമ്മുടെ ഓരോ ജോയിലും, അപ്പർ ജോയിലും ലോവർ ജോയിലും 4 വീതം ഇൻസിസേഴ്സ് ഉണ്ട്, 2 വീതം കനൈൻസ് ഉണ്ട്, 4 വീതം പ്രീമോളാർസ് ഉണ്ട്, അതേപോലെ 6 വീതം മൊളാർസ് ഉണ്ട്. The arrangement of these teeth is represented by a formula, and that formula is called dental formula. ഇതുകൂടെ അറിയണം, ഡെന്റൽ ഫോർമുല. ഈ വ്യത്യസ്തമായ പല്ലുകൾ നമ്മുടെ ജോസിൽ എങ്ങനെയാണോ അറേഞ്ച്മെന്റ് ചെയ്തത്, ആ അറേഞ്ച്മെന്റിനെ കാണിക്കുന്ന ഫോർമുലക്കാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുക. In the dental formula, the types of teeth arranged is represented from front, that is incisors, to last, that is molars. Each half of each jaw possess the same type of teeth. ഓരോ ജോയിലെയും ഓരോ ഹാഫിലും ഒരേപോലെയാണ് അറേഞ്ച്മെന്റ്. So the dental formula of human permanent teeth is represented as 2/2, 1/1, 2/2 and 3/3. The first one, 2, 1, 2, 3 is the number of incisors, canines, premolars and molars present in the half of upper jaw. And the lower one, 2, 1, 2, 3 represent the incisors, canines, premolars and molars present in one half of the lower jaw. So this is the dental formula of human beings for the permanent teeth. Clear? So totally in one jaw there are 8. 2 plus 1 plus 2 plus 3, 8. And the lower jaw in the half again 8. Thus totally how many teeth we have? Yes, 32. So this is the first focus point you have to remember, that is thecodont, diphyodont, heterodont with the dental formula. The next focus area is again about the alimentary canal, that is the cross-sectional structure of alimentary canal. The wall of alimentary canal possesses 4 layers. എലിമെന്ററി കനാലിൻ്റെ ഈസോഫാഗസ് മുതൽ റക്റ്റം വരെയുള്ള പാർട്ട് എവിടെ കട്ട് ചെയ്ത് നോക്കിയാലും നമുക്ക് 4 ലെയർ കാണാൻ പറ്റും. ഇതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 4 ലെയറുകളുടെ പേര്, അവയുടെ പ്രത്യേകത.
Thus, the outermost layer is called serosa. Outermost layer is called serosa. Elementary canalനെ നമ്മൾ കട്ട് ചെയ്തു അതിന്റെ ഏറ്റവും മുകളിലുള്ള ലെയർ. This is called serosa. This serosa is formed of mesothelium or epithelium. So this is the outermost thin layer formed of epithelium or mesothelium with some connective tissue. കുറച്ച് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാവും. ഇപ്പൊ എപ്പിത്തീലിയം അതുപോലെ കുറച്ച് കണക്റ്റീവ് ടിഷ്യൂവും കൊണ്ട് ഉണ്ടാക്കിയ ഏറ്റവും മുകളിലുള്ള ലെയറിനാണ് സീറോസ എന്ന് പറയുക. Then second is below the serosa there is a thick layer and it is called muscularis. Second layer എന്താ പറയുക? Muscularis. This is formed of smooth muscles. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സ്മൂത്ത് മസിൽ കൊണ്ട്. Formed of smooth muscle. And this muscularis layer has two parts. ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്. The inner layer formed of circular muscles and outer layer formed of longitudinal muscles. So the muscular layer or muscularis possess an inner circular muscle layer and an outer longitudinal muscle layer. In some regions, an oblique layer may be present. ഇനി ചില ഏരിയയിൽ ചിലപ്പോൾ ഒരു ഒബ്ലിക് ലെയറും ഉണ്ടാവും. എല്ലാത്തിലും സർക്കുലർ ലെയറും ലോഞ്ചിറ്റ്യൂഡിനൽ ലെയറും ഉണ്ടാവും. സോ ദി സെക്കൻഡ് വൺ ജസ്റ്റ് ബിലോ ദി serosa is a thick layer. And this thick layer possess two layers. ആ thick layerൽ രണ്ടെണ്ണം ഉണ്ട്. This is one, the outer longitudinal layer, and the second is the inner circular layer. അപ്പൊ ഏറ്റവും മുകളിലുള്ളത് എന്താണ്? സീറോസ. അതിൻ്റെ താഴെയുള്ള കട്ടിയുള്ളത് മസ്കുലാരിസ്. ആ മസ്കുലാരിസിൽ തന്നെ ഒരെണ്ണം അടിയത്തതിന് സർക്കുലാർ മസിൽ ലെയർ എന്ന് പറയും. അതിൻ്റെ മുകളിലുള്ളതിന് ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയും. ഇതാണ് രണ്ടാമത്തെ ലെയർ, muscularis. Then the third layer is called submucosa. Third എന്താ പറയാ? Submucosa. This submucosa is formed of loose connective tissue. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? Loose connective tissue. This layer, submucosa, possess nerves, blood vessels, and lymph vessels. Additionally, in the duodenum, it also possesses the glands. It also possesses the goblet cells for the production of mucus. അപ്പോൾ മൂന്നാമത്തെ ലെയറിന് സബ്മ്യൂക്കോസ എന്ന് പറയും. ആ ലെയറും കുറച്ച് തിക്ക് ലെയറാണ്. അത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ ലെയറിലാണ് നെർവ്സ് ഉണ്ടാവുക, ആ ലെയറിലാണ് ബ്ലഡ് വെസൽസ് ഉണ്ടാവുക, ആ ലെയറിൽ തന്നെയാണ് ലിംഫ് വെസൽസ് ഉണ്ടാവുക. മാത്രവുമല്ല ആ ലെയറിൽ ചില ഏരിയയിൽ ഗ്ലാൻഡുകളും ഉണ്ടാവും. ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് അതിൽ കാണും. അതേപോലെ ഡുവോഡിനത്തിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിനാണ് ഡുവോഡിനം എന്ന് പറയുക, അവിടെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും
ഇതിൽ കാണാൻ പറ്റും. ഇതാണ് സബ്മ്യൂക്കോസ. അപ്പം മൂന്നാമത്തെ ലെയർ, കുറച്ചുകൂടെ തിക്ക് ലെയർ, അതിനാണ് സബ്മ്യൂക്കോസ എന്ന് പറയാ. ഇതിലെന്തൊക്കെ ഉണ്ടാവും? ഇതിലിങ്ങനെ ബ്ലഡ് വെസൽ ഉണ്ടാവും, ലിംഫ് വെസൽ ഉണ്ടാവും, നെർവ്സ് ഉണ്ടാവും, അതുപോലെ ഗ്ലാൻസും ഉണ്ടാവും. ദിസ് ഈസ് ദി സബ്മ്യൂക്കോസ. ആൻഡ് ദി fourth one, the innermost layer is called mucosa. Innermost layer is known as mucosa. And this mucosa is the lining of the space or lumen of alimentary canal. Alimentary canal inde ullile space inde lining aanu mucosa ennu parayunnathu. And this mucosa is the lining of the lumen. Lumen എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ്. lumen of alimentary canal. And it possesses certain modifications. In the stomach, it possesses irregular folds, irregular foldings. And these irregular foldings present in the stomach is called rugae. That is rugae. And in small intestine, the mucosa also possess small finger-like foldings known as villi. അതേപോലെ സ്മോൾ ഇൻഡസ്റ്റൈൽ മ്യൂക്കസ് ലെയറിന് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതെങ്ങനെയാ? ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. അതിനാണ് എന്ത് പറയുക? വില്ലൈ എന്ന് പറയുക. ദി ലൈനിങ് സെൽസ് ഓഫ് വില്ലൈ possess microvilli for increasing the surface area for increased absorption. അബ്സോർഷന്റെ ഏരിയ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോൾഡിംഗ് അറേഞ്ച്മെന്റ് തന്നെ. അഡീഷണൽ ആയിട്ട് ഓരോ വില്ലസിന്റെയും സെല്ലുകളുടെ ഫ്രീ സർഫസിൽ നിറച്ച് മൈക്രോവില്ലസ് കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ സർഫസ് ഏരിയ വീണ്ടും ഇൻക്രീസ് ചെയ്യും. എന്തിനാ ഇങ്ങനെ സർഫസ് ഏരിയ കൂട്ടുന്നത്? ഫോർ ഇൻക്രീസ്ഡ് അബ്സോർഷൻ. സോ ദി ഫോർത്ത് ലെയർ ഈസ് കോൾഡ് mucosa. And this mucosa possess glands. It possess gastric glands in the stomach. It possess crypts of Lieberkühn in the small intestine. ഈ മ്യൂക്കോസയിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് കാണാൻ പറ്റും. സ്റ്റൊമക്കിൽ കാണുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻസിനാണ് ഗാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുക. അതേപോലെ ഓരോ വില്ലസിൻ്റെയും ബേസിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്ലാൻഡുകൾ കാണാൻ പറ്റും. അവർക്കാണ് ക്രിപ്സ് ഓഫ് ലിബർക്കം എന്ന് പറയുക. ഇങ്ങനെയുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും ഈ മ്യൂക്കസ് ലെയറിൽ നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദി cross-sectional view of alimentary canal or the different layers present in the alimentary canal. This is very important for examination. This picture is given in the question paper and you have to label the different parts and maybe there are sub-questions also. So very clearly observe the diagram and know the different layer.